ഹായ്, ഞാൻ എൻ്റെ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ നഴ്സിംഗ് ക്ലൗഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ടൈപ്സ് ഓഫ് പ്ലേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. നമ്മുടെ നാട്ടിലെ കേരള PSC എക്സാംസിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനും ആയ നോർസെറ്റ്, ശ്രീചിത്ര അങ്ങനെയുള്ള എല്ലാ എക്സാംസിനും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മൾ ഈ ടൈപ്സ് ഓഫ് പ്ലേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു പീഡിയാട്രിക് വാർഡിലോ ICUയിലോ ഒക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈപ്സ് ഓഫ് പ്ലേ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിംഗ് കുറച്ചുകൂടെ സ്മൂത്ത് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് പ്ലേ പറയുന്നത് സോഷ്യൽ പാർട്ടിസിപ്പേഷൻ അനുസരിച്ചിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതുപോലെ ഇതിൻ്റെ പോയിൻറ്റ്സ് വരുന്നത് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെയും അതുപോലെ തന്നെ മിൽഡ്രഡ് പാറ്റൺ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റിൻ്റെയും കൂടെ കൺസെപ്റ്റ് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പറയുന്നത് സോളിറ്ററി പ്ലേ ആണ്. ശരിക്കും ഇതിന് മുമ്പൊരു പ്ലേ ഉണ്ട്, അൺഓക്യുപ്പൈഡ് പ്ലേ എന്ന് പറയും. അത് നമ്മൾ ഈ ഒരു വീഡിയോയുടെ എൻഡിലേക്ക് പറയുന്നതാണ്. സോ ആദ്യം പറയുന്നത് സോളിറ്ററി പ്ലേ. പേര് പോലെ തന്നെ സോളിറ്ററി, ഒറ്റയ്ക്ക് അല്ലേ. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ഒരു ജനിച്ചിട്ട് ഒരു 2 years വരെയുള്ളൊരു കുട്ടികൾ എങ്ങനെയാണ് ഒരു പ്ലേയിൽ എൻഗേജ് ആകുന്നത്, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് അവർ തന്നെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കിയോ അല്ലെ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അവർ ചുറ്റുപാടുള്ള കാര്യങ്ങളെപ്പറ്റി അത്ര ബോധേഡേ അല്ല അല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ഓഫ് പ്ലേ, സോളിറ്ററി പ്ലേ. ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റഗറി ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേനും 0 to 2 year ആണ് ഇതിൽ ഏജ് ഗ്രൂപ്പ് പറയുന്നത്. അതുപോലെ നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ സ്വന്തമായിട്ട് ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ ആ രീതിക്ക് തന്നെ കളിച്ചോട്ടെ, അവരുടെ മൈൽ സ്റ്റോൺസ് നോക്കുക, അതുപോലെ തന്നെ അവർ കളിക്കുന്ന ടോയ്സിൻ്റെ സേഫ്റ്റി നോക്കുക. അത് മാത്രമേ നമുക്കതിൽ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് ആയിട്ട് ചെയ്യാനുള്ളൂ. അടുത്തൊരു ടൈപ്പ് ഓഫ് പ്ലേ എന്ന് പറയുമ്പോഴത്തേനും ഓൺ ലുക്കർ പ്ലേ എന്ന് പറയും. ഓക്കെ, സോ പേര് പോലെ തന്നെ ഓൺ ലുക്കർ അല്ലെ, എത്തി നോക്കുക എന്ന് പറയും. അപ്പോൾ ഓൺ ലുക്കർ പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 2 വയസ്സാകുന്ന ഒരു കുട്ടി കളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലേ ആണ് ഓൺ ലുക്കർ പ്ലേ. അപ്പോൾ അവിടെ ആ ഒരു വയസ്സുള്ളൊരു കുട്ടി എന്താണ് ചെയ്യുന്നത്, അവർ മറ്റു കുട്ടികളെ കളിക്കുന്നത് ഒന്ന് വാച്ച് ചെയ്യും. പക്ഷേ അവർ വേറൊന്നിലും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവില്ല. അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ മറ്റു കുട്ടികൾ കളിക്കുന്നത് ഇങ്ങനെ നോക്കും അല്ലേ, അവനൊന്ന് ശ്രദ്ധിക്കും, ചെവി കൂർപ്പിച്ചിരിക്കും, അത്രയേ ഉള്ളൂ. അതല്ലാതെ വേറെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഒന്നുമില്ല. അതാണ് ഓൺ ലുക്കർ പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുട്ടി മറ്റു കുട്ടികളായിട്ട് കളിക്കുന്നതിനുള്ള കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുകയാണ്. അതല്ലാതെ ഇതൊരു ഒരു ഡ്രോബാക്ക് അല്ല. ഒരു 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നോർമലാണ് ഈ ഒരു ഓൺ ലുക്കർ പ്ലേ എന്ന് പറയുന്നത്. അവിടെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ അങ്ങനെ ഒരു കളിയാണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുക. നമ്മൾ ഒരിക്കലും അതിനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ഓൺ ലുക്കർ പ്ലേ ഓക്കെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ടൈപ്പ് ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ പാരലൽ പ്ലേ. അതാണ് നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് പ്ലേ പറയുന്നത്, പാരലൽ പ്ലേ എന്ന് പറയും അല്ലേ. പാരലൽ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഏതാണ്, 2 ലൈൻ തമ്മിൽ ടച്ച് ചെയ്യാതെ ഒരുമിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം. അതാണ് പാരലൽ പ്ലേ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് പറഞ്ഞ സോളിറ്ററി പ്ലേ എന്ന് പറയുമ്പോഴത്തേനും കുട്ടി സ്വന്തമായിട്ട് ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലേ, ചുറ്റുപാട് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ പാരലൽ. പക്ഷേ പാരലൽ പ്ലേ എന്ന് പറയുമ്പോഴത്തേനും അവിടെ ബിൽഡിംഗ് ബ്ലോക്സ്, ഒരു കുട്ടി ഒരു ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് കളിക്കുന്നു, തൊട്ടടുത്ത് തന്നെ വേറൊരു കുട്ടിയും അതുപോലെ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് കളിക്കുന്നു. പക്ഷേ ഇവർ തമ്മിൽ യാതൊരു ഇൻട്രാക്ഷനും ഇല്ല. അതാണ് പാരലൽ പ്ലേ. അപ്പോൾ രണ്ടും പാരലലായിട്ട് തന്നെ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേനും ഒരു IPDയിലോ OPDയിലോ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളൊരു കുട്ടികളെ പാരലൽ പ്ലേ ആണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എൻകറേജ് ചെയ്യുക, അതിന് ഡ്യൂപ്ലിക്കേറ്റ് ടോയ്സ് കൊടുക്കുക അല്ലേ. ഒരു കുട്ടി ഒരു സാധനം വെച്ച് കളിക്കാൻ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, അതിൻ്റെ തന്നെ അതേ സാധനം തന്നെ മറ്റേ കുട്ടിക്കും കൊടുക്കുക, അവരത് ചെയ്തോട്ടെ. അത് നോർമൽ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. നമ്മൾ ഈ കുട്ടികളുടെ മൈൽ സ്റ്റോൺസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ. പലയിടത്തും പല പാരൻസും മൈൽ സ്റ്റോൺസ് വെച്ചിട്ട് നോക്കുമ്പോഴത്തേനും എപ്പോഴും കമ്പയർ ചെയ്യാറുണ്ട് അല്ലേ. ചില കുട്ടികൾ മൈൽ സ്റ്റോൺസ് എത്തുന്നതിന് 1-2 മാസം മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്യും. അത് കണ്ടിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ പാരൻസ് അങ്ങനെ ആ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട കാര്യമല്ല അല്ലേ. സോ അപ്പോൾ അടുത്തൊരു ടൈപ്പ് ഓഫ് പ്ലേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അസോസിയേറ്റീവ് പ്ലേ എന്ന് പറയും. അസോസിയേഷൻ അല്ലേ. അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ കൂടി ചേരുകയാണ് അല്ലേ. സോ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അസോസിയേറ്റീവ് പ്ലേ എന്ന് പറയുന്നത് ഒരു 3 തൊട്ട് 4 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ ഒരു അസോസിയേറ്റീവ് പ്ലേ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഈ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് കളിക്കുന്നവർ തന്നെ ഒരു ചെറിയൊരു അസോസിയേഷൻ ഇല്ലെങ്കിൽ അവർ ഒരുമിച്ച് കളിക്കാൻ തുടങ്ങും. പക്ഷേ ആ പ്ലേയിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ഒരുമിച്ച് കളിക്കാൻ തുടങ്ങുമെങ്കിലും അവർ തമ്മിൽ ആ ഒരു കളിയിൽ പ്രത്യേകിച്ച് ഒരു റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇതിലൊരു നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ശരിക്കും ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് അത്യാവശ്യം ഹെൽപ്പ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് പ്ലേ കൂടെയാണ് ഈ ഒരു അസോസിയേറ്റീവ് പ്ലേ എന്ന് പറയുന്നത്.
അതുപോലെ ഒരു പീഡിയാട്രിക് വാർഡിലൊക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അസോസിയേറ്റീവ് പ്ലേ നല്ലതുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലേ ഉണ്ട്, പക്ഷേ അതിന് പ്രത്യേകിച്ച് റൂൾസോ റെഗുലേഷൻസോ ഒന്നും. ഇനി അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കുട്ടി വലുതാവുമ്പോൾ, അതായത് ഒരു 4 to 5 ഇയേഴ്സ്, ഓൾമോസ്റ്റ് ഒരു പ്രീ സ്കൂളർ ഏജൊക്കെ ആകുമ്പോഴത്തേനും അടുത്തൊരു ടൈപ്പ് ഓഫ് പ്ലേ വരുന്നു. അതിൻ്റെ പേരാണ് കോപ്പറേറ്റീവ് പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് പ്ലേ എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ കോപ്പറേഷൻ അല്ലേ, സഹകരിച്ച് കളിക്കുക. അപ്പോൾ അവിടെ കുട്ടികൾ നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാളും പല ഗെയിംസിലും അവർ ഒരുമിച്ച് വരുന്നു, ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ കളിക്കുന്നു. അവിടെ ഒരു സെറ്റ് ഓഫ് റൂൾസും റെഗുലേഷൻസും എല്ലാം വരുന്നു അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടികളൊരു ചെറിയ ഗെയിം കളിക്കണം, അപ്പോൾ ആ ഗെയിമിന് അവരൊരുമിച്ച് കളിക്കണം. അതുപോലെ തന്നെ ഗെയിമിന് കുറച്ച് റൂൾസും റെഗുലേഷൻസും അതിനനുസരിച്ച് മാത്രമേ അവർക്ക് കളിക്കാൻ പാടുള്ളൂ. അപ്പോൾ 4 to 5 ഇയേഴ്സ് ഉള്ള കുട്ടികളിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലേ ആണ് കോപ്പറേറ്റീവ് പ്ലേ എന്ന് പറയുന്നത്. ശരിക്കും ഒരു തെറാപ്യൂട്ടിക് പ്ലേ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ഓഫ് പ്ലേ ആണ് കോപ്പറേറ്റീവ് പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഏറ്റവും ആദ്യം വരുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്ലേ അൺഓക്യുപ്പൈഡ് പ്ലേ ആണ്. അത് ഏറ്റവും അവസാനത്തേക്ക് പറഞ്ഞു. ശരിയാണ്, അൺഓക്യുപ്പൈഡ് പ്ലേ തന്നെയാണ് ഏറ്റവും ആദ്യം വരുന്നത്. അപ്പോൾ അൺഓക്യുപ്പൈഡ് പ്ലേ എന്ന് പറയുമ്പോഴത്തേനും ഒരു ജനിച്ചൊരു 3 months വരെയൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലേ ആണ്. അത് കുട്ടികളുടെ ഒരു റാൻഡം മൂവ്മെൻ്റ് ആണ് അവിടെ ഒരു പ്ലേ ആയിട്ട് പറയുന്നത്. ഓക്കെ, അതാണ് അൺഓക്യുപ്പൈഡ് പ്ലേ. സോ നമ്മൾ പറയുന്ന അനുസരിച്ചാണ് ടൈപ്സ് ഓഫ് പ്ലേ നമ്മൾ പറഞ്ഞത്. അൺഓക്യുപ്പൈഡ് പ്ലേ പറഞ്ഞു, സോളിറ്ററി പ്ലേ പറഞ്ഞു, ദെൻ ഓൺലുക്കർ പ്ലേ പറഞ്ഞു, ദെൻ പാരലൽ പ്ലേ, അസോസിയേറ്റീവ് പ്ലേ, ലാസ്റ്റ് കോപ്പറേറ്റീവ് പ്ലേ. ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് പ്ലേ ആയിട്ട് പറഞ്ഞിരുന്നത്. ഇത് നിങ്ങൾ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് ഞാൻ പറഞ്ഞ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ അനുസരിച്ചുള്ളതാണ്. അതല്ലാതെ ഡെവലപ്മെൻറ്റ് പേർപ്പസ് അനുസരിച്ച് വേറെ ടൈപ്സ് ഓഫ് പ്ലേ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ കേരള PSC എക്സാംസോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസോ ഒക്കെ നിങ്ങൾ എയിം ചെയ്യുന്നുണ്ട്, ഒരു ഗവൺമെൻറ് എക്സാം നിങ്ങൾക്ക് എഴുതി മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അതിൻ്റെ ക്ലാസ്സസ് നമ്മൾ കണ്ടിന്യൂയിങ് ആണ്. എയിംസിൻ്റെ എക്സാം ഉടനെ തന്നെയുണ്ട്, വരുന്ന സെപ്റ്റംബറിലുണ്ട്, അതായത് 2026 സെപ്റ്റംബറിലുണ്ട്. അതിൻ്റെ ക്ലാസ്സസ് കണ്ടിന്യൂയിങ് ആണ്. അതുപോലെ തന്നെ 26 എൻഡിൽ വരുന്ന കേരള PSC DHS എക്സാമിൻ്റെ ക്ലാസ്സസും കണ്ടിന്യൂയിങ് ആണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. താങ്ക് യു.